അയ്യോ അവിടെ പിടിക്കല്ലേ കൈ. അയ്യോ മതി. അയ്യോ മതി മതി. കഴിഞ്ഞു, സാരമില്ല, ഞരമ്പ് പിടിച്ചതാ. രാമുണ്ണിയെ ആയില്ലേ? രാമുണ്ണി ആളങ്ങ് വളർന്നു പോയല്ലോ. രാമുണ്ണിയുടെ കാര്യം ഞാൻ മേനോൻ സാറിനോട് പറയാതിരുന്നതാ. പഴയ നിലയെല്ലാം പോയി സാറേ. ഇന്ന് ഈ തൊഴിൽ കൊണ്ട് കുടുംബം പറ്റാൻ പറ്റില്ല. സാർ ഇവനൊരു ജോലി കൊടുക്കണം. എന്ത് പണിയും അവനെടുത്തോളും. നോക്കട്ടെ. രാമുണ്ണിക്ക് പശുവിനെ കിടക്കാൻ അറിയോ? ഇല്ല. എളുപ്പാ, ഞാനിവിടെ വന്ന ശേഷം പഠിച്ചു. ഈ വെള്ളം എവിടേക്കാ? കുഞ്ഞമ്മയ്ക്ക് കുടിക്കാനാ, പിടിച്ചോളൂ. ഇവിടെ വെച്ചു. ഞാൻ എടുത്തോളാം. അയ്യോ വേണ്ടേ, അയ്യോ വേണ്ടേ, ഇതെന്താ ഞാൻ കൂടെ പിടിക്കട്ടെ. അമ്മോ വന്ന് കേറിയില്ല, അതിനു മുമ്പേ അഭ്യാസം തുടങ്ങിയോ? എന്താണ് നോക്കി നിൽക്കുന്നത്? ആ ചെമ്പിന്റെ മൂടളയി കാണും. പെട്ടെന്ന് പോടി. താനെവിടെ പോന്നു? സ്വപ്രക്കളത്തിലേക്ക് ചെല്ലും. അങ്ങാടി നിലവാരമൊന്നും എന്നോട് പറയണ്ട. ഞാൻ പറഞ്ഞ വിലക്കാണെങ്കിൽ നാളികേരം എടുത്തോളാം. എന്താ? ശരി, ഞാൻ പോട്ടെ. ശരി. രാമണ്ണി, എന്തോ നേരം വൈകി, നീ പോയി ഊണ് കഴിച്ചു. ഇത് കൂട്ടിയാ ചോറ് മുഴുവനും ഉണ്ണണം. നീ അവനെ ഊട്ടുവാണോടി? എന്നിട്ട് പോടി അസത്തെ. ഒരു ജോലി അറിയില്ലെങ്കിലും നാണമില്ലാതെ തിന്നു മുടിക്കാൻ കൊള്ളാം. ആയമ്മ പറഞ്ഞത് കേട്ടിട്ടാണ് രാമുണ്ണി ഉണ്ണാത്തതെങ്കിൽ എന്നും പട്ടിണി കിടക്കേണ്ടി വരും. ആ സ്ത്രീയുടെ സ്വഭാവം അതാ, ഒരു മൂശേട്ടിയാ. രാമുണ്ണി, ഇത് കഴിക്കൂ. വേണ്ട. ഉച്ചയ്ക്ക് ഉണ്ടില്ലല്ലോ, പട്ടിണി കിടന്നാൽ ക്ഷീണിക്കും. ക്ഷീണിച്ചോട്ടെ. രാമുണ്ണി ഇത് കഴിക്കില്ലേ? വേണ്ടെന്ന് പറഞ്ഞില്ലേ? അമ്മു, ഇനി തരൂ. ഇതാണല്ലേ നിങ്ങളുടെ ജോലി? രണ്ടിനെ ഞാൻ ഇനി ഇവിടെ വെച്ചേക്കില്ല. പോടി, പോകാൻ. രാമുണ്ണി ഇത്ര കുസൃതിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്നാൽ ഇത് കൊള്ളില്ല കേട്ടോ. പ്രായം തികഞ്ഞ പെണ്ണുമായി ഇങ്ങനെ കൂടിക്കഴിഞ്ഞാൽ അത് അപകടമാണ്. അതിന്റെ ദോഷം നിനക്കാ, മനസ്സിലായോ? ഇപ്രാവശ്യം ഞാനിത് മറച്ചു വയ്ക്കാം. ഇനി ഇത് ആവർത്തിക്കരുത്. എന്നെ പിടിക്കണ്ട, ഞാൻ നടന്നു പോയിക്കൊള്ളാം. എന്നെ ആരും പിടിക്കണ്ട. വിടാനല്ലേ പറഞ്ഞത്? കണ്ട, ഞാൻ നടന്നു തന്നെ എന്റെ വീട്ടിൽ വിടാൻ. എന്നെ വിടാൻ ഞാൻ വീണു. പതുക്കെ പതുക്കെ അല്ലേ വീണു, ഇവിടെ വീഴും.
രാമണി, നീ എന്താണ് അവിടെ കയറിയിരിക്കുന്നത്? ഒന്നുമില്ല. നീ എന്താ വല്ലാതിരിക്കുന്നത്? സുഖമില്ലേ? ഇല്ല. പിന്നെ എന്തിനാ വെയിലത്തിരിക്കുന്നത്? പോയി കിടന്നോ. വേണ്ട, ഇത് പാവമാണ്. അല്ല രാമണി, പാപമോക്ഷമാണ്. 12 വർഷമായി എന്റെ കല്യാണം കഴിഞ്ഞിട്ട് എന്റെ അമ്മ ഇന്നും വഴിപാട് നേരുന്നു. എന്തിനാണെന്നോ, എനിക്കൊരു കുഞ്ഞുണ്ടായി കാണാൻ. രാമണ്ണിക്ക് എന്നെ ഇഷ്ടമല്ലേ? എനിക്ക് പേടിയാവുന്നു. പേടിക്കണ്ട, അദ്ദേഹം ഇപ്പൊ വരില്ല. വാതിൽ തുറക്കാൻ. തുറക്കാൻ. എടീ, ഇല്ല, ഞാൻ കൊന്നിട്ടില്ല. പതുക്കെ, ഈ വീട്ടിലെ ചുവരുകൾക്ക് പോലും ചെവിയുണ്ട്. ഞാൻ അവരെ കൊന്നിട്ടില്ല. അതെനിക്കറിയില്ല, പക്ഷെ പോലീസ് അന്വേഷിക്കുന്നത് നിന്നെയാണ്. ശ്രീദേവി കുഞ്ഞ് വെട്ടിക്കൊന്ന നാട് വിട്ട രാമുണ്ണിയെ വായിച്ചില്ലേ? കളവാണ്, അതിനെഴുതിയിരിക്കുന്ന കളവാണ്. സത്യമായാലും രാമുണ്ണി ഭയപ്പെടണ്ട. ഈ വീട്ടിൽ നീ എന്നും സുരക്ഷിതനായിരിക്കും. ഈ ഉടുപ്പുകൾ മാറാമോ? പുറത്തു പോയാൽ നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. എന്താണ് ആലോചിക്കുന്നത്? ഒരു കൊലയല്ലേ ചെയ്തിട്ടുണ്ട്. ഞാൻ സാരമില്ല, ഇനി സൂക്ഷിച്ചാൽ മതി. ഒന്നിലധികം കൊല ചെയ്തവർ എന്നോടൊന്നിച്ച് ജോലി ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തിൽ നീ ഇവിടെ നിന്നോളൂ. എന്ത് തീരുമാനിച്ചു? നിൽക്കാം. എങ്കിൽ നാളെ തൊട്ട് ഡ്രൈവിംഗ് പഠിച്ചോളൂ. വീരേനോട് അവൻ എന്നെ തല്ലിയത് നിങ്ങൾ നോക്കി നിന്നു. തിരിച്ചു തല്ലാൻ പോലും നിങ്ങളുടെ ആളുകൾ എന്നെ അനുവദിച്ചില്ല. രാമുണ്ണിയുടെ രക്ഷയെ ഓർത്താണ് ഞാൻ അങ്ങനെ ചെയ്തത്. വീരേന്റെ ശക്തി നിനക്കറിയില്ല. എനിക്കറിയേണ്ടത് ഈ വീട്ടിൽ യജമാനായിരുന്നാണ്. നിങ്ങളോ വീരയനോ അതോ ആ രാജഗോപാലനോ? നിന്റെ ചോദ്യങ്ങൾക്കൊന്നും പെട്ടെന്ന് ഉത്തരം പറയാൻ എനിക്ക് കഴിയില്ല. ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ പറയുന്നതാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എന്നാൽ അതിലും വലിയ ശിക്ഷയാണ് ഇവിടെ. എന്തിനാണ് നിങ്ങൾ എന്നെ ദ്രോഹിക്കുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? തെറ്റ് ചെയ്തത് ഞാനാണ്. ഒരു സ്ത്രീയും ചെയ്യാൻ പാടില്ലാത്ത കടും ക്രൂരത ഞാൻ ചെയ്തിട്ടുണ്ട്, എന്റെ നിലനിൽപ്പിന് വേണ്ടി. എന്നാലും രാമുണ്ണിയെ വേദനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. നിന്റെ ശരീരത്തിൽ ഒരു പോരലേൽക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല. ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ എനിക്ക് ദുഃഖമുണ്ട് രാമുണ്ണി. എന്നോട് ക്ഷമിക്കൂ. രാമണി മാറി നിൽക്ക്. എന്നെ തുടരുത് രാമ. വിടണേ രാമണി, വിടണേ, വിടാനാ പറഞ്ഞത്. രാമണി, എടാ, നീ എന്നെ മറ്റൊരു ശ്രീദേവി കുഞ്ഞമ്മയാണെന്ന് കരുതിയല്ലേ? ഒരിക്കലും ഒരു ദുർബല നിമിഷത്തിൽ നീ കീഴ്പ്പെടുത്തിയത് രക്തവും മാംസവും തുടിക്കുന്ന പച്ചയായ ഈ ശരീരത്തെയാണ്. ഇനി എന്നിലെ സ്ത്രീത്വം ഒരിക്കലും നിനക്ക് വഴങ്ങിത്തരില്ല. ഇനി എന്നിലെ സ്ത്രീയെ ജയിക്കാൻ നിനക്കെന്നല്ല, ഈ ലോകത്ത് ഒരു പുരുഷനും കഴിയില്ല. അതാണ് നിന്റെ മോഹമെങ്കിൽ എനിക്ക് പോരാവുന്നത്. I said you get out. ഇല്ല, നിന്നെ ഞാൻ മരിക്കാൻ അനുവദിക്കില്ല. നീ എന്തിനാണ് ചാവാൻ പോകുന്നത്? ജീവിക്കാൻ എനിക്ക് അർഹതയില്ല. നീ ജീവിക്കണം. ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി ഞാൻ ജീവിക്കണം? നിന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചവരെ എതിർത്ത് തോൽപ്പിക്കാൻ എനിക്കതിന് കഴിയില്ല. കഴിയും. നീ ആരെയാണ് ഭയപ്പെടുന്നത് അവരെ നേരിടാൻ നിന്നോടൊപ്പം ഞാനും ഉണ്ടാകും. വേണ്ട, എന്റെ വഴിക്ക് എന്നെ വിട്ടേക്കോ. ശാന്തി,
ശാന്തി. ഇപ്പോ ആ പേര് മാത്രമേ ഉള്ളൂ എനിക്ക്. എന്റെ ജീവിതത്തിലെ ശാന്തിയെല്ലാം എന്നെ എനിക്ക് നഷ്ടപ്പെട്ടു.